ലോക കേൾവി ദിനത്തോടനുബന്ധിച്ച് ദേശീയ ബധിരത നിയന്ത്രണ നിവാരണ പദ്ധതിയുടെ ഭാഗമായി വൈക്കം താലൂക്ക് ആശുപത്രിയിൽ വച്ച് ബോധവൽക്കരണ ക്ലാസും പോസ്റ്റർ ക്യാമ്പയിനും ഫ്ലാഷ് മോബും ഹിയറിംഗ് സ്ക്രീനിംഗ് ക്യാമ്പും നടത്തി. എല്ലാവർക്കും ചെവിയുടെയും കേൾവിയുടെയും പരിരക്ഷ ഉറപ്പാക്കാം എന്ന പ്രമേയം മുൻനിർത്തിയാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത്. ആശുപത്രി RMO ഡോക്ടർ ഷീബ SK അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഡോക്ടർ ശ്രീകുമാർ MD പരിപാടി ഉദ്ഘാടനം ചെയ്തു. പ്രകാരം എല്ലാ വർഷവും മാർച്ച് 3 ലോക കേൾവി ദിനമായി ആചരിക്കുന്നു. കേൾവിയാണ് സംസാരത്തിൻ്റെ കാരണമായിട്ട് വരുന്നത്. നല്ല കേൾവി ഉണ്ടെങ്കിലേ നമുക്ക് സംസാരിക്കാനും പറ്റുള്ളൂ. ചികിത്സിച്ച് ഭേദമാക്കാൻ കഴിയുന്ന കേൾവിക്കുറവ് എത്രയും പെട്ടെന്ന് കണ്ടെത്തി നമ്മൾ ചികിത്സിക്കുകയും പ്രതിരോധിക്കാൻ പറ്റാവുന്ന കേൾവിക്കുറവ് അത് പല രീതിയിൽ പ്രതിരോധിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു ദിവസത്തിൻ്റെ സന്ദേശം. നമുക്ക് അമിതമായ മൊബൈൽ ഉപയോഗം, ഹെഡ്സെറ്റിൻ്റെ ഉപയോഗം, ശബ്ദമലിനീകരണം ഇതൊക്കെയാണ് നമ്മളുടെ മെയിനായിട്ടുള്ള കേൾവിക്കുറവിന് കാരണമായിട്ടുള്ളത്. അതെല്ലാം ഒഴിവാക്കി നമുക്ക് എല്ലാവർക്കും 100% കേൾവിയുള്ളൊരു നല്ല നാളേക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാനിത് ഉദ്ഘാടനം ചെയ്യും. നമ്മുടെ ചെവിയെയും നമ്മുടെ കേൾവി ശക്തിയെയും പരിരക്ഷിക്കാൻ വേണ്ടി നമ്മൾ ഒരു പ്രത്യേക ശ്രദ്ധ കൊടുക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ അതിന് നമ്മുടെ ഗവൺമെൻറ് നമ്മുടെ കൂടെയുണ്ട്. കുഞ്ഞു കുട്ടികൾ ജനിക്കുമ്പോൾ മുതൽ ആ ജനിച്ച് വീഴുന്ന ന്യൂ ബോൺസിന് നമ്മൾ ചെവി ഹിയറിങ് നമ്മൾ അവരുടെ കേൾവി ശക്തി സ്ക്രീൻ ചെയ്യുന്നുണ്ട്. അതിനുള്ള എല്ലാ സൗകര്യങ്ങളും ഗവൺമെൻറ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. 18 വയസ്സ് വരെയുള്ള കുഞ്ഞുങ്ങളിൽ ഉള്ള ഇതുപോലെയുള്ള കേൾവി തകരാറുകൾ പരിശോധിക്കുന്നതിനും അതിനുള്ള പരിഹാരം കണ്ടെത്തുന്നതിനും ഗവൺമെൻറ് ഫ്രീ ആയിട്ട് സൗകര്യങ്ങൾ ഏർപ്പെടുത്തി തന്നിരിക്കുന്നു. ENT ജൂനിയർ കൺസൾട്ടന്റും ദേശീയ ബധിരത നിയന്ത്രണ നിവാരണ പദ്ധതിയുടെ ഇൻചാർജുമായ ഡോക്ടർ ലൂബിൻ B മുഖ്യ പ്രഭാഷണം നടത്തി. ഉള്ളവർക്ക് അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് അറിയത്തുള്ളൂ. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ ഉള്ളവരെല്ലാവരും പ്രസംഗിച്ചു. കേൾവി ഒരു അനുഗ്രഹമാണ് ശരിക്കും. കുഞ്ഞുങ്ങൾക്ക് കേൾവി ഉണ്ടെങ്കിൽ മാത്രമേ അവർക്ക് സംസാരം ഉണ്ടാവുകയുള്ളൂ. കേൾവി വൈകല്യം, സംസാര വൈകല്യം ഉണ്ടാകും. അപ്പോൾ ജനിച്ച് വരുന്ന കുട്ടികളിൽ തന്നെ കേൾവിക്കുറവ് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ കേൾവിക്ക് പല കാരണങ്ങൾ കൊണ്ടും കേൾവിക്കുറവ് ഉണ്ടാകുന്നു. ഇപ്പം ഗർഭസ്ഥാവസ്ഥയിൽ അമ്മയ്ക്കുണ്ടാകുന്ന അസുഖങ്ങൾ തുടങ്ങി ബ്ലഡ് റിലേറ്റഡ് ആയിട്ടുള്ളവരുടെ കല്യാണം അല്ലെന്നുണ്ടെങ്കിൽ അവർക്കുണ്ടാകുന്ന ഇന്ത്യൻ അക്കാദമി ഓഫ് പീഡിയാട്രിക്സ് ഭാരവാഹിയും ആശുപത്രി പീഡിയാട്രിക്സ് വിഭാഗം ജൂനിയർ കൺസൾട്ടന്റുമായ ഡോക്ടർ സജിത് ജോൺ, നഴ്സിംഗ് സൂപ്രണ്ട് ബിന്ദു C എന്നിവർ ആശംസകൾ അർപ്പിച്ചു. തലോലപ്പറമ്പ് JPHN സ്കൂൾ വിദ്യാർത്ഥികൾ ഫ്ലാഷ് മോബും പോസ്റ്റർ പ്രദർശനവും നടത്തി. തുടർന്ന് ഓഡിയോളജിസ്റ്റ് ശിവപ്രിയ JPHN വിദ്യാർത്ഥികൾക്കും ആശുപത്രി ജീവനക്കാർക്കും രോഗികൾക്കുമായി ക്ലാസുകൾ നയിച്ചു. ആയിട്ടുള്ള ഒരു പ്രോഗ്രാമാണ് ദേശീയ ബധിരത നിയന്ത്രണ നിവാരണ പദ്ധതി എന്നുള്ളത്. ഈ നാഷണൽ ഹെൽത്ത് മിഷൻ്റെ 15 പ്രോഗ്രാമിൽ ഏറ്റവും നന്നായി ഇന്ത്യ രാജ്യത്ത് നടക്കുന്ന, പ്രത്യേകിച്ചും കേരള സംസ്ഥാനത്ത് നടക്കുന്ന ഏറ്റവും നല്ല ഒരു പ്രോഗ്രാമാണ് PCDയുടെ. ആശുപത്രി ജീവനക്കാർക്കായി ഒരാഴ്ച സൗജന്യ കേൾവി പരിശോധന നടത്തും. വിഷൻ ന്യൂസ്, വൈക്കം.